ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇന്ത്യയിലെ മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസുകളിൽ 2ാം സ്ഥാനം നൽകിയിട്ടുള്ള കുൽധാരയിലേക്കാണ്. എല്ലാവരെയും നടുക്കുന്ന പല സത്യങ്ങളും കുൽധാരയിലുണ്ട്. കുൽധാരയിലെ ഭയപ്പെടുത്തുന്ന വിശേഷങ്ങൾ അറിയുവാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ജയ്സൽമീറിൽ നിന്നുള്ള നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് പ്രേതനഗരിയിലാണ്. അതെ, രാജസ്ഥാനിലെ സ്വന്തം പ്രേതനഗരിയിലാണ്. കുൽധാര ഒരു ഗ്രാമമാണ്. അതെ, കുൽധാര എന്ന് പറഞ്ഞ ഒരു ഗ്രാമമാണ്. 13ാം നൂറ്റാണ്ടിൽ ഒരു ഫോം ചെയ്തൊരു ഗ്രാമമാണ്. പള്ളിവാൾ ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞൊരു ആൾക്കാരായിരുന്നു അന്ന് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പെട്ടെന്ന് 19ാം നൂറ്റാണ്ടിന്റെ സ്റ്റാർട്ടിങ്ങിൽ പെട്ടെന്ന് ഇവിടെ രാത്രി കൊണ്ട് ആൾക്കാരെ മുഴുവൻ മറ്റേ ജയ്സൽമേർ ദിവാൻ, അന്നത്തെ ദിവാൻ ഇവിടുന്ന് ഫുള്ള് എല്ലാവരും ഒഴിപ്പിക്കുകയുണ്ടായി. അതിന് പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. പെട്ടെന്ന് ഒരു ദിവസം രാത്രി എല്ലാവരും കുറെ പേര് പോയിരുന്നു ഇവിടുന്ന്. പിന്നെ ഒരു ദിവസം രാത്രി ദിവാൻ ഒറ്റൊരു എല്ലാരെയും ഒഴിപ്പിച്ച് ഇവിടെ പല സ്റ്റോറീസ് പറയുണ്ടായി. പിന്നെ അതെ, എർത്തിയൊക്കെ വന്നിട്ട് അന്ന് വെള്ളം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ പിന്നെ പ്രേതത്തിന്റെ പ്രേതം കൊണ്ടാന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പ്രേതനഗരി എന്ന് അറിയപ്പെടുന്നത്. ദിവാന്റെ ഇതാണെന്ന് ലാസ്റ്റ് ഇപ്പൊ എഴുതി വെച്ചേക്കുന്നത് ഇവിടെ. അതെ, ദിവാൻ ഒഴിപ്പിച്ചാന്നാണ് ഇവിടെ ഒഫീഷ്യലി അവർ എഴുതി വെച്ചേക്കുന്നത്. എന്താണേലും ഇവിടെ ഫുള്ള് ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആൾക്കാർ പോയ കുറെ അവശിഷ്ടങ്ങൾ ഇവിടെ ബാക്കി നമുക്ക് കാണാൻ പറ്റും. ഇവിടെ 200 വർഷത്തിന് ശേഷം ഇവിടെ പിന്നെ ആൾക്കാർ എത്തുന്നത്. അപ്പോൾ നമുക്ക് ആ 200 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ഇവിടെ കുറെ റിനോവേഷനൊക്കെ ചെയ്തിട്ടുണ്ട് ആൾക്കാർ. പക്ഷെ ഇവിടെ ഇതുണ്ട്. ഇതിന് മുന്നേ അവർ പണ്ട് ചെയ്ത് റൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത മരങ്ങളൊക്കെ വെച്ചിട്ട് അതിന്റെ മുകളിൽ കച്ചിയും ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നോക്കി കയറാൻ വേണ്ടിയിട്ട് 50 രൂപ, വണ്ടികൾക്ക് 50 രൂപ, ആൾക്കാർക്ക് 20 രൂപ വീതം ഇവിടെ എൻട്രൻസ് ഫീസ് ഉണ്ട്. ഇത് മരുഭൂമി നടുക്കുള്ള ഒരു വിജനമായ ഗ്രാമം. ഒരു നമ്മള് ഉച്ചക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും നമുക്ക് കാണാനും നടക്കാനും ഒന്നും പറ്റില്ലാത്തൊരു ഏരിയയാണ്. നമുക്ക് ചുറ്റും ഇപ്പം ഇങ്ങനെ കാണാം. ഒരുപാട് ബിൽഡിങ്സ് ഒക്കെ പൊളിഞ്ഞ് വീണിട്ടുണ്ട് പണ്ടുണ്ടായിരുന്ന. ഇവിടെ എന്തോ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാളവണ്ടിയാന്ന് തോന്നുന്നു. പണ്ടത്തെ ടയറൊക്കെ മരത്തിൻ്റെ ടയറൊക്കെ ഉള്ളൊരു കാളവണ്ടി ആയിരുന്നത്. അതിവിടെ ലോക്ക്, അതിവിടെ ബാക്കി അവർ അവശേഷിപ്പായിട്ട് വെച്ചിട്ട് പോയതാണെന്ന് തോന്നുന്നു. അതെന്താണെങ്കിലും ലോക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണിപ്പോൾ ഇവിടെ കാണാനായിട്ട് ഇങ്ങനെയുള്ളത്. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഇതിൻ്റെ ഹിസ്റ്ററി ഒക്കെ ഇവിടെ ഒരു ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ. ദിവാന്റെ പേര് സലീം സിംഗ് എന്നാട്ടോ. സലീം സിംഗ് എന്ന് പറഞ്ഞ ദിവാനാണ്. മിനിസ്റ്റർ ജയ്സൽമീർ സ്റ്റേറ്റിന്റെ മിനിസ്റ്ററാണ്. അന്ന് ദിവാൻ അറിയപ്പെടുന്നത്. അതെ, ഇപ്പോൾ മിനിസ്റ്ററിനൊക്കെ ആയത് 19ാം സെഞ്ചുറിന്റെ ഫസ്റ്റ് കുൽധാരന്റെ മാപ്പാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എല്ലാം നല്ല വൃത്തിക്ക് കൊത്തി വെച്ചിട്ടുണ്ട് കല്ലിൽ. എന്താണെങ്കിലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് ഇത്. ഇന്ന് നമ്മളുള്ള ഈ കുൽധാരയുടെ പുറകിൽ ഒരുപാട് കഥകളുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് അന്ധവിശ്വാസങ്ങളും നിലകൊള്ളുന്നുണ്ട്. കഥകളിൽ വളരെ പ്രശസ്തമായ ഒരു കഥയുണ്ട്. 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അന്ന് ഇവിടുത്തെ ദിവാനായിരുന്ന സലീം സിംഗ് കുൽധാരയിലൂടെ പാസ് ചെയ്തപ്പോൾ അവിടെ ഗ്രാമത്തലവൻ്റെ, കുൽധാര ഗ്രാമത്തിലെ തലവൻ്റെ മകളെ കാണുകയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും ചെയ്തു. അദ്ദേഹം ആ കുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം അറിയിച്ചു കഴിഞ്ഞപ്പോൾ ഗ്രാമത്തിലെ എല്ലാവരും എതിർത്തു. കാരണം ആ കുട്ടിക്ക് അന്ന് 16 വയസ്സ് മാത്രമായിരുന്നു പ്രായമുണ്ടായിരുന്നത്. ഈ രാജാവിന്, ഈ സലീം സിംഗിനാവട്ടെ ഏകദേശം 50 വയസ്സോളം പ്രായവും ഉണ്ടായിരുന്നു. അയാൾക്ക് അന്നേരം തന്നെ ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. അതിലൊരാളായി കൂട്ടാൻ മാത്രമായിരുന്നു ഈ കുട്ടിയെ അയാൾ സെലക്ട് ചെയ്തത്. എന്നാൽ ആ ഗ്രാമത്തിലെ എല്ലാവരും അത് എതിർക്കുകയും സമ്മതിക്കില്ല എന്ന് പറയുകയും ചെയ്തു. അന്നേരം ഈ സലീം സിംഗ് പറഞ്ഞു, ഒരു ദുർഗ പൗർണമിയുടെ അന്ന് എല്ലാവരോടും കൂടി ആ കുട്ടിയെ രാജാവിൻ്റെ അടുത്ത് സമർപ്പിക്കണം, രാജാവിന് കൊടുക്കണമെന്ന് അയാൾ ഓർഡർ ഇട്ടു. പക്ഷേ അന്ന് ആ പറഞ്ഞ ദിവസം രാജാവ് രാവിലെ ചെന്ന് ആ ഒരു ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഗ്രാമത്തിൽ ആരും അവിടെ ഇല്ല. അവിടെയുള്ളവരെല്ലാവരും എങ്ങോട്ടോ പലായനം ചെയ്തു. അവരുപയോഗിച്ച വസ്തുക്കളെല്ലാം ഒന്നും കാണുന്നില്ല. ഒരാളെപ്പോലും അവിടെ കാണാതെ ഫുൾ അവിടെ ഒരു വിജനമായിട്ടുള്ളൊരു പ്രദേശമായി മാറി. പക്ഷേ എന്നാൽ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് ആളുകൾ എവിടേക്ക് പോയെന്നോ എങ്ങനെ പോയെന്നോ യാതൊരുവിധ ഐഡിയയും അയാൾക്കുണ്ടായിരുന്നില്ല അന്ന്. കാരണം അയാൾ ഒരുപാട് ഒരുപാട് അന്വേഷിച്ചു. പക്ഷേ എവിടെയും തൊട്ടടുത്ത ഗ്രാമങ്ങളിലേക്കോ അവിടെയൊന്നും അത്രയും ആൾക്കാർ ഒരുമിച്ച് ചെന്നതായിട്ട് അറിവൊന്നും ലഭിച്ചില്ല. ഇന്നും ശാസ്ത്രത്തിന് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരുപാട് നിഗൂഢതകൾ ഈ ഗ്രാമത്തിൻ്റെ പുറകിലുണ്ട്. കാരണം അന്ന് അത്രയും അധികം ആൾക്കാർ എങ്ങോട്ട് പലായനം ചെയ്തു എന്ന് ഇന്നും നമുക്ക് വ്യക്തമല്ല. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം കുൽധാരയിൽ നിന്നും ഒരുപാട് പാത്രങ്ങളും ആഭരണങ്ങളും ലഭിച്ചിരുന്നു. ഇതെല്ലാം കുഴിച്ചിട്ട നിലയിലായിരുന്നു. അപ്പോൾ അന്ന് അവിടെ നിന്ന് പലായനം ചെയ്ത ആൾക്കാർ, അന്ന് അവർക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സാധനങ്ങളെല്ലാം അവിടെ തന്നെ കുഴിച്ചിട്ടിട്ടാണ് അവർ പലായനം ചെയ്തതെന്നാണ് ഇന്ന് നമ്മൾ കരുതപ്പെടുന്നത്.
എന്നാലും അന്ന് ഇത്രയും അധികം ആളുകൾ എങ്ങോട്ട് പലായനം ചെയ്തു എന്നതിൽ ഇന്നും ദുരൂഹത നിറഞ്ഞിരിക്കുകയാണ്. അന്ന് അവിടെ നിന്നും പലായനം ചെയ്തവർ ശപിച്ചതിനാൽ അന്ന് അവിടുത്തെ ബ്രാഹ്മണ ശാപം കൊണ്ടാണ് ഇന്നും ആ ഗ്രാമത്തിൽ ആർക്കും താമസിക്കാൻ കഴിയാത്തത് എന്നാണ് ഒരു വിശ്വാസം. എന്നാൽ അതൊന്നുമല്ല, അവിടെ ആത്മാക്കളുടെ ശല്യമുണ്ട്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം അവിടെ മരിക്കുകയും അവരുടെ എല്ലാം ആത്മാക്കൾ അവിടെ നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട് എന്നാണ് മറ്റൊരു കഥ. വർഷങ്ങൾക്ക് മുന്നേ ഈ കുൽധാരയെക്കുറിച്ച് പഠിക്കുവാനായിട്ട് ഗൗരവ് തിവാരി എന്നൊരു പാരാസൈക്കോളജിസ്റ്റ് ഇവിടെ വരികയുണ്ടായി. ഇവിടെ അങ്ങനെ രാത്രിയിൽ ആരും താമസിക്കാറില്ല. കാരണം ഇവിടെ രാത്രിയിൽ പ്രേതശല്യമുണ്ടെന്നോ ആത്മാക്കളുടെ പ്രസൻസ് ഫീൽ ചെയ്യുമെന്നുള്ള ഇവിടെ കഥകൾ പരക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇവിടെ അടുത്ത ഗ്രാമങ്ങളിൽ നിന്നുള്ളവരോ ടൂറിസ്റ്റുകളോ അവരാരും തന്നെ രാത്രി കാലങ്ങളിൽ അവിടെ താമസിക്കാറില്ല. എന്നാൽ ഗൗരവ് തിവാരി ഇതിനെക്കുറിച്ചുള്ള സത്യം മനസ്സിലാക്കുവാൻ വേണ്ടി അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അവിടെ അദ്ദേഹം എത്തിയപ്പോൾ മുതൽ അദ്ദേഹത്തിന് അവിടെ ഒരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്യുകയുണ്ടായി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇത്രയൊക്കെ ആയപ്പോൾ തന്നെ ഈ നാട്ടിലുള്ള എല്ലാവരും അവിടെ പ്രേതമുണ്ടെന്ന് ഉറക്കെ വിശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നും ഈ 2021 നമ്മളിവിടെ വരുമ്പോഴും നമുക്ക് ജയ്സൽമീറിൽ നിന്ന് പോലും നമ്മളോട് പറഞ്ഞിരുന്നു ഇവിടെ കുൽധാരയിൽ പ്രേതമുണ്ട്, അതൊരു പ്രേത നഗരമാണെന്ന് നമ്മളോട് പലരും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കുൽധാരയിൽ എന്താണേലും വരണം, ഇതെല്ലാം നമുക്ക് കാണണമെന്ന് നമ്മൾ തീരുമാനിച്ചതും. ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്ന ഈ ഒരു ബിൽഡിംഗ് ആണ് ഗ്രാമത്തലവൻ അന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബിൽഡിംഗ്. ബാക്കി എല്ലാ ബിൽഡിങ്ങും തന്നെ ഇവിടെ പൊളിഞ്ഞു വീണെങ്കിൽ ഈ ഒരു ബിൽഡിംഗ് മാത്രം ഇവിടെ ബാക്കിയായിട്ടുണ്ട്. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് ഇതാണ്. ഇന്നും പ്രൗഢഗംഭീരമായി തന്നെയാണ് ഈ ബിൽഡിംഗ് ഇന്നും ഇവിടെ കാണുന്നത്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. നമുക്ക് എന്താണെങ്കിലും ഉള്ളിലേക്കൊക്കെ ഇന്ന് കയറി നോക്കിയിട്ട് വരാം. നമ്മളിതാ ഇവിടെ ഒരു റൂമിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇവിടെ റൂമിൽ ഫുള്ള് വവ്വാലാട്ടോ. റൂമിൻ്റെ ഭിത്തി കൂടി മുഴുവൻ വവ്വാലുകളാണ്. ഇവിടെ കുഞ്ഞു വവ്വാലുകൾ ഫുള്ള്. ഇപ്പോൾ അവിടെ നമുക്ക് ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റില്ല. മിക്ക റൂമിലും തന്നെ ഇതുണ്ട്. ഇവിടെയൊക്കെ ആ പില്ലറുകളിൽ കൂടിയൊക്കെ വവ്വാലാണ്. നമുക്ക് റൂമിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. നമുക്ക് എന്താണെങ്കിലും പുറത്തുനിന്ന് കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാം. നമ്മളങ്ങനെ ഈ വീട്ടിലെ 3ാമത്തെ റൂമിലേക്ക് കയറുന്നത്. ഈ 3 റൂമിലും ഫുള്ള് വവ്വാലുകളാണ്. ഏകദേശം ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ തന്നെ 500-ഓളം വവ്വാലുകൾ ഇപ്പോൾ നമ്മൾ കണ്ടു. ഫുള്ള് വവ്വാലുകളാണ്. എന്താണെങ്കിലും നമുക്കിനി ഇവിടുന്ന് ഈ ഒരു റൂമും കൂടി നോക്കി പുറത്തേക്ക് ഇറങ്ങാം. ഈ റൂമിൽ ഇവിടെ അതിലും കൂടുതൽ വവ്വാലുകളുണ്ട്. ഇവിടെ ഫുള്ള് വവ്വാലുകളെ വളർത്തുന്നുണ്ട്. ഇവിടെ വലിയ ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് വവ്വാലുകൾ ഒരുപാടെണ്ണം ഉണ്ട്. പണ്ടും ദുരൂഹത കൂട്ടാൻ വേണ്ടി നമുക്ക് വവ്വാലുകളെ ഉപയോഗിക്കുന്നത് പണ്ടേ ഒരു ശീലമായിരുന്നു. നമ്മുടെ ഡ്രാക്കുള കഥകളിലൊക്കെ ഫുള്ള് വവ്വാലുകളായിരുന്നല്ലോ. വവ്വാലുകൾ എന്ന് പറയുമ്പോൾ ഒരു ദുരൂഹതയുള്ള ഒരു ജീവിയായിട്ട് തന്നെ ഇപ്പോൾ ഇവിടെ എല്ലാവരും കാണുന്നുണ്ട്. ഇവിടുത്തെ കഥയ്ക്കും ഇച്ചിരി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വവ്വാലുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താണേലും ഒരു ഹൊറർ സെറ്റപ്പ് ഫീൽ വരുന്നുണ്ട്. അപ്പം എന്താണേലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ബാക്കി കാഴ്ചകൾ കൂടി കണ്ടിട്ട് വരാം. ഇവിടെ വലിയൊരു ബിൽഡിംഗ് ആണ്. ഇത് പുതിയതാണോ എന്ന് ഡൗട്ടുണ്ട്. കാരണം അതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ട്. പുതിയതായിട്ട് അവർ പണിതാണോ എന്നറിയില്ല. ചിലപ്പോൾ അന്നത്തെ മെയിൻ ഇവിടുത്തെ ഗ്രാമത്തലവൻ്റെയോ അങ്ങനെ ആരുടെയും വീടാവാൻ സാധ്യതയുണ്ട്. ടെമ്പിളാണ് കേട്ടോ അത്. ടെമ്പിള് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. യെസ്, മന്ദിർ. ഇവിടെ നമുക്ക് എന്താണേലും ടെമ്പിളിൻ്റെ ഉള്ളിൽ ഒന്ന് കയറുന്നത്. അവിടെ ടെമ്പിൾ ഉണ്ട്. വവ്വാല് ഒരുപാടുണ്ട് ഇവിടെ. അതുകൊണ്ട് ഇത് ഫുള്ള് വവ്വാല് കഷ്ടിച്ച് വെച്ചേക്കുവാണ് ഇതിൽ കൂടി മുഴുവൻ. ബാക്ക് സൈഡിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്. അവിടെ വവ്വാലുണ്ട്. അതാ ഇതിന് മുകളിൽ കൂടിയൊക്കെ വവ്വാലുണ്ട്. അപ്പം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടേക്ക് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ട്. ഏതോ ഭാഷയിലാണ്, നമുക്ക് മനസ്സിലാവുന്നില്ല. അത് റൂഫൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പണ്ട് കല്ലുകൊണ്ട് തന്നെയാണ് ഫുള്ള് റൂഫിംഗ് ഒക്കെ കല്ല് തന്നെയാണ്. ഇന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. ആ സൈഡിലേക്ക് നമ്മൾ നേരത്തെ വന്ന സൈഡാണിത്. ഇവിടെയും ഉള്ളിലേക്ക് കയറാനൊരു വീട് പോലെ ഉണ്ട്. നമുക്ക് പോയി നോക്കാം. ഒരു റൂം അടഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷെ ഈ അടഞ്ഞ റൂമിലൊക്കെ വവ്വാലുണ്ടാവുന്നുണ്ട്. കുഴപ്പമില്ല. മരത്തിൻ്റെ പഴയ ഡോറ് ഉണ്ട്. അതെ,
അതെ, ഫുള്ള് വവ്വാലാണ്. പക്ഷെ ഇപ്പോൾ ഇവിടെ ഈ ബിൽഡിങ്ങുകളിൽ എല്ലാത്തരം വവ്വാലുകളാണ്. ഉള്ളിൽ വരെ വവ്വാലാണ്. അതെ, ഇവിടെ ഒരേ ഒരു ബിൽഡിങ്ങിൽ മാത്രം കേട്ടോ വാതിലിപ്പോൾ നമ്മൾ കണ്ടുള്ളൂ. ബാക്കിയൊക്കെ വാതിലൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. അമ്പലത്തിന് അടിയിലേക്ക് പോകാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെയും വാതിലുണ്ട്, അമ്പലത്തിനും വാതിലുണ്ട്. ആണോ? അമ്പലത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു പോർഷനും കൂടി ഉണ്ട്. ഈ ഉള്ളിൽ മുഴുവൻ വവ്വാലാണ്. അവിടേക്കൊക്കെ കയറാം, പക്ഷെ അവിടെ ഫുള്ള് വവ്വാലാണ്. കണ്ടോ, ഇവിടെ കണ്ടോ വവ്വാലുകൾ നിരന്നിരിക്കുന്ന രണ്ട് സൈഡിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതാ അതാ ഇവിടെ അമ്പലത്തിൽ അതുപോലെ തന്നെ പ്രാവും ഉണ്ട് കേട്ടോ. ഒരുപാട് പ്രാവുകളും ഉണ്ട് ഇതൊക്കെ ഉള്ളിലൊക്കെ ആയിട്ട്. നമുക്ക് അമ്പലത്തിൻ്റെ മുകളിലേക്ക് കയറാൻ സ്റ്റെയർ കാണുന്നുണ്ട്. നമുക്ക് കയറി നോക്കാം. അമ്പലത്തിൻ്റെ മുകളിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഈ ഗ്രാമം മുഴുവൻ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. അമ്പലത്തിൻ്റെ മുകളിൽ കയറി നോക്കാം. ഫുള്ള് കല്ല് തന്നെ കേട്ടോ. കല്ലിപ്പോൾ കുറേ സിമെൻ്റൊക്കെ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ സിമെൻറ്റ് വെച്ച് ഇപ്പോൾ പുതിയതായിട്ട് അവർ ഒട്ടിച്ചതാണെന്ന് തോന്നുന്നു. പിന്നെ അമ്പലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സ്തൂപമുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണുന്ന ഈ ഗ്രാമത്തിൻ്റെ ഫുള്ളൊരു ചുറ്റും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നല്ല വെയിലാണ്. സൂര്യൻ അവിടെ അസ്തമിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. കറക്റ്റ് ആ സൈഡിൽ വെയിലാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഇവിടുത്തെ ഗ്രാമം ഫുള്ള് കാണാൻ പറ്റും. ഫുള്ള് ഇങ്ങനെയായിരുന്നു. അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവിടെ സെക്യൂരിറ്റി ഓഫീസർമാരൊക്കെ ഉണ്ട്. ഇവിടെ 2-3 ഗൈഡുമാർ സെക്യൂരിറ്റി ആയിട്ട് കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കിണർ കാണാം. ഇതിൻ്റെ ഇവിടെ തേനീച്ചയുണ്ട്. മൂടി വെച്ചേക്കും കേട്ടോ കിണർ. നമുക്കവിടെ താഴെ ഒരു മരമല്ല കല്ല് വെച്ച് തന്നെ മൂടി വെച്ചേക്കുവാണ്. നമുക്കിതാ ഇവിടെ അടുത്തൊരു ബിൽഡിംഗ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഇത് കോൺക്രീറ്റ് ഒക്കെ നിലമൊക്കെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് കിടക്കുന്നതെന്ന് തോന്നുന്നു. ഫുള്ള് എന്താ അവിടെ സെക്യൂരിറ്റീസ് ഉറങ്ങുന്നതാന്ന് തോന്നുന്നു. ഇവിടേക്ക് ഒന്നുമില്ല, ഇതിൽ കൂടി പുറത്തേക്ക് കിടക്കാം. ഇവിടെയൊക്കെ ഫുള്ള് പൊളിഞ്ഞ് വീണിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനൊരു ചെറിയൊരു കൂടാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്കിനിയിപ്പോൾ നമ്മളിപ്പോൾ 5:30 നമുക്കിനിയിപ്പോൾ നമ്മൾ ഡെസേർട്ടിലേക്ക് പോകണം. അവിടെ നമുക്ക് റിസോർട്ടിൽ നമുക്കിന്ന് സ്റ്റേ സെറ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് അവിടെയാണ് നമ്മുടെ ഇന്നത്തെ നൈറ്റ് നമ്മൾ അവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. ഇവിടെയും കുറേ ഗ്ലാസ്സൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ജാറുകൾ, കല്ലിൻ്റെ ജാറുകൾ. കുറേ ടൂറിസ്റ്റുകൾ അത് നോക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ അത് നോക്കുന്നില്ല, നമ്മൾ പോവുകയാണ്. നമ്മളങ്ങനെ പ്രേതനഗരമായ കുൽദാരയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി 1 കിലോമീറ്റർ പോലും വന്നില്ല. അതിന് മുന്നേ ഇതാ ഇവിടെ ആൾക്കാർ താമസിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ച ഒരു ഏരിയയിലേ ആരും താമസിക്കുന്നില്ല എന്നാണ്. പക്ഷെ ഇതാ ഇവിടെ ആൾക്കാർ താമസിക്കുന്ന കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. പശുവുണ്ട്, ആടുണ്ട്, അങ്ങനെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ച ഈ ഒരു ഏരിയയിലേ ആരുമില്ല. ഇവിടെ ഫുള്ള് പ്രേത ശല്യമൊക്കെ ഉണ്ടെന്ന്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അതൊക്കെ വെറും കഥകളാണെന്ന് മാത്രമാണ് ഇപ്പോൾ തോന്നുന്നത്. ഇവിടെ അങ്ങനെ ഒരുപാട് വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ നമ്മളിപ്പോൾ ഈ ഒരു ഏരിയയിൽ കണ്ടു. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് രാജസ്ഥാൻ കഥകൾ നമുക്ക് ഇനിയും കാണാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കഥകൾ കാണാം.